ഭയങ്കര സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കാണാൻ ഇങ്ങനെയുണ്ട് കാണുമ്പം മറ്റുള്ളവരെ എന്ത് പറയും, മേക്കപ്പ് ഇട്ടിട്ട് ചെയ്യണോ മേക്കപ്പ് ഇടാതെ ചെയ്യണോ, യൂസ് ഉണ്ടായി ഒരു യൂസ് ഉണ്ടായില്ല. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് യൂട്യൂബിലെ വീഡിയോ ചെയ്യാനും, യൂട്യൂബിലെന്നല്ല എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും മോണിറ്റൈസ് ചെയ്തിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുക, യൂട്യൂബർ ആകാം, അങ്ങനെ ആ ഒരു ഉദ്ദേശം മാത്രമല്ല ഉള്ളത്. പക്ഷേങ്കിൽ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചാനലാണ്. എനിക്ക് ഇതിനു മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് ഞാൻ കളഞ്ഞിട്ടില്ല, അതിപ്പോഴും ഓൾറെഡി ഉണ്ട്. എന്നിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ആ ചാനൽ മറ്റു ചാനൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ജേർണിയിൽ ഭയങ്കര സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നിട്ട് ഞാൻ അതെടുത്ത് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തില്ല. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യം പിന്നീടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടാത്തത്. ശരിക്കും നമ്മൾ മറ്റുള്ള ഒരാളുടെ വീഡിയോ എടുത്തിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. ശരിക്കും എൻ്റെ വീഡിയോക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും കാണില്ല. ഇതിനെക്കാട്ടിലും ചിലപ്പം ക്വാളിറ്റിയോ അല്ലെങ്കിൽ വേറെ കണ്ടന്റോ ഒന്നും ഇല്ലാത്ത വീഡിയോസ് ഇല്ലാത്തവരൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും അവരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കണം, അത് നല്ലൊരു മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ എനിക്കത് തീരെയില്ല. ഭയങ്കര സെൽഫ് ഡൗട്ട്, ഭയങ്കര കമ്പാരിസൺ, ഇങ്ങനെ കമ്പയർ ചെയ്യും, അങ്ങനത്തെ കമ്പാരിസൺ മാത്രമല്ല, ഒരു പെർഫെക്ഷനിസ്റ്റ് എന്നൊക്കെ പറയാം. എനിക്കിങ്ങനെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ്. ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കും, ഇങ്ങനെ ടക്ക് ചെയ്യുന്ന വീഡിയോ ഇങ്ങനെ ഒറ്റ ഷോട്ട് എടുത്തിട്ട് പിന്നീട് ഞാൻ നോക്കുമ്പോഴത്തേനും ഇത് കൊള്ളത്തില്ല, അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണ്ട എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഞാനതും കളയും. പിന്നീട് എന്തുവാണ്, എന്നെ കാണാൻ ഇങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ട്, ഇപ്പോഴും ഉണ്ട്, കാണാൻ ഭംഗിയുണ്ട്, ഇപ്പം മേക്കപ്പ് ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പം മറ്റുള്ളവരെ എന്ത് പറയും, മേക്കപ്പ് ഇട്ടിട്ട് ചെയ്യണോ മേക്കപ്പ് ഇടാതെ ചെയ്യണോ, എന്ത് പറയുന്നു അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സെൽഫ് ഡൗട്ടൊക്കെ വന്നിട്ട് ഞാൻ വേസ്റ്റ് ചെയ്തു, കുറേ നാളെ ഞാൻ വേസ്റ്റ് ചെയ്തു. അപ്പോൾ പക്ഷേ എങ്കിൽ എന്താ ഒരു യൂസ് ഉണ്ടായി, ഒരു യൂസ് ഉണ്ടായില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അതിൽ ഒരു കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാവുന്നത്. അപ്പം നമ്മളായിട്ട് ആ കണ്ടീഷൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോ എടുക്കുക, ഇടുക. യൂട്യൂബിൽ ഇടാൻ ഇഷ്ടമാണെങ്കിൽ യൂട്യൂബിൽ ഇടുക, ഇൻസ്റ്റയിൽ ഇടാനാണെങ്കിൽ ഇൻസ്റ്റയിൽ ഇടുക. ബാക്കിയുള്ളത് പിന്നെയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, അതൊക്കെ പിന്നീടാണ്. ഇതെല്ലാം ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത അഭിപ്രായങ്ങൾ വരാം, അതിനനുസരിച്ചുള്ള കമന്റ്സ് വരാം. അതൊക്കെ അതിൻ്റെതായ സെൻസിൽ എടുക്കണം എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ഈ നാളിതുവരെയായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ മര്യാദയ്ക്ക്, പിന്നീട് എനിക്ക് ആദ്യമൊക്കെ ഞാൻ 1-2 വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മറ്റേ ചാനലിൽ. പക്ഷേ എങ്കിൽ ഞാൻ ചാനൽ കളയാൻ കാര്യം എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കര അൺലക്കി ആയിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് നാളിങ്ങനെ കൊണ്ടു നടക്കുന്നു, പിന്നെ മുടങ്ങി പോകുന്നു, വീണ്ടും വീഡിയോ ഇടുന്നു, പിന്നെ മുടങ്ങി പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ കളഞ്ഞത്. എന്നിട്ടാണ് ഈ പുതിയൊരു ചാനൽ തുടങ്ങിയത്. എന്നിട്ട് ഒരു ഉപയോഗമില്ല, പഴയ തന്നെ. പക്ഷേങ്കിൽ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തോട്ടിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഏത് ചാനലോ അല്ലെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ചാനലായാലും പഴയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ചാനലായാലും അതിൻ്റെതായ രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്താൽ മാത്രമേ ചാനൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകത്തുള്ളൂ എന്നൊരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഈ പെർഫെക്ഷനിസം ഒക്കെ നോക്കി നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കുറേ ടൈം വേസ്റ്റ് ആകുന്നല്ലാണ്ട് ഒരു ഉപയോഗവും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് വീഡിയോ എടുക്കുക, ക്യാമറ ഓൺ ആക്കുക, ഷൂട്ട് ചെയ്യുക, അങ്ങ് ഇടുക. ബാക്കിയല്ല, ഇത് കുറേ പേര് സക്സസ്ഫുൾ ആയ ആൾക്കാർ നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിൽ വീണ്ടും നമ്മൾ ആ ലുക്ക് തന്നെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. എൻ്റെ വീഡിയോ കാണാൻ കൊള്ളത്തില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, മാറ്റർ. ബാക്കി എനിക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും ഞാനങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. ഇഷ്ടമാണല്ലോ വീഡിയോ എടുക്കാനും എനിക്ക് സംസാരിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പം വീഡിയോ ഇടുക, പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴേ അടുത്ത പ്രശ്നം അപ്പോഴാണ് വരുന്നത്. എന്ത് കണ്ടന്റ് ഇടും, എന്ത് കണ്ടന്റ് ചെയ്യുക, എന്ത് കണ്ടന്റ് ആയിരിക്കും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, അങ്ങനെ വീണ്ടും കുറേ ഡൗട്ട്സ് വരും. ഇപ്പൊ എന്റെ പ്രോബ്ലം എന്താണെന്നറിയോ, ഞാൻ പറയാം. ഞാൻ എന്തുകൊണ്ട് ചില സമയത്ത് കണ്ടന്റ്സുകളൊന്നും ഇടുന്നതിന്റെ കണ്ടന്റ് ഇല്ല. എന്ത് കണ്ടന്റാണുള്ളത്. പക്ഷേങ്കിലും അറിയോ, ഇപ്പൊ ഞാൻ വീട്ടിലാണ്, ഒരു കുഞ്ഞു ജോലി ചെയ്യുന്നുണ്ട്. അതിന് എനിക്ക് വലിയ ടൈമൊന്നും വേണ്ട. ആ ജോലി കഴിഞ്ഞ പിന്നെ ഞാൻ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 9 to 5 ജോബുള്ള ആൾക്കാരെക്കാട്ടിലും കണ്ടന്റ് ഈ വീട്ടിൽ നിൽക്കുന്ന നമുക്ക് കാണാം. പക്ഷെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഒരു കണ്ടന്റും ഇല്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഇതുവരെ. പക്ഷേ എങ്കിലും ഞാൻ മനസ്സിലാക്കി എന്ത് കണ്ടന്റ് ഇല്ലാത്ത നമുക്ക് കണ്ടന്റുകൾ ഉള്ളൂ. അത് പക്ഷെ നമ്മൾ കാണാതെ ഐഡന്റിഫൈ ചെയ്യാതെ വിടുന്നത് കൊണ്ടാണ്.
പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കാര്യം പെട്ടെന്ന് ഈസിലി ഞാൻ ബോർഡാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പം എന്താ പറയാ ജോലി ഇപ്പൊ എനിക്ക് ഞാൻ ജോലി ഇല്ലാതെ ജോലി ഉണ്ട്, പക്ഷെ എനിക്ക് അതൊരു പെർഫെക്റ്റ് ഒരു ജോലി അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു ചെറിയ ജോലിയാണ്. ഞാൻ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്തതോ എൻ്റെ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്തതോ ഒന്നുമല്ല. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിലോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്, ഭയങ്കര ആഗ്രഹമാണ്. ഇന്ന ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അത് കരിയർ മാത്രമല്ല, ഈ വീട്ടിലായാലും ശരി. ഈ വീട്ടിൽ ഞാനും അമ്മ എപ്പോഴും വഴക്കാണ്, അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല. അവിടെ എന്നുവെച്ചാൽ നീറ്റ്നെസ്സിന്റെ കാര്യം, വൃത്തിയാക്കി വെക്കുക, അടുക്കി വെക്കുക, ജോലികളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഞാനും അമ്മയും മിക്കപ്പോഴും വഴക്കിടാറുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റുട്ടീനൊക്കെ സെറ്റ് ചെയ്ത്, എന്താണ് പറയുക, ഡേ പ്ലാനിങ് ഒക്കെ ചെയ്ത്, അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്ത് ടിക്ക് ചെയ്ത് അങ്ങനെ വെച്ചാൽ എനിക്ക് ഭയങ്കര മീൽ പ്ലാനിങ് ചെയ്ത് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ അങ്ങോട്ട് ചെയ്യുന്നില്ല. ഇഷ്ടമാണ്, പക്ഷേ എങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. അതെന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ മടിയായിട്ടോ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നാൾ ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ നോക്കി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഹാബിറ്റോ ഒന്നുമില്ല, എനിക്കില്ല. ഇന്ന പ്രോപ്പർ ടൈമിന് എണീക്കണം, ഇന്ന ടൈമിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര സമയത്തിനുള്ളിൽ ഈ ടാസ്കുകൾ ചെയ്തു തീർക്കണം, അങ്ങനെയൊന്നും എനിക്കില്ല. ചുമ്മാ എണീക്കുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ആ ദിവസം പോകുന്നു. ആ ദിവസം പോകുന്നു, അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചിട്ട് ഇനി ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം എനിക്ക് 30 വയസ്സാവാൻ പോകുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 30 വയസ്സാകാൻ പോകുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോഴും ഇനി ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം ഒരു ഹാബിറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പം നാളെ തൊട്ട് ഇങ്ങനൊരു ജേർണി, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ, അല്ലെങ്കിൽ 2026 ഒരു പെർഫെക്റ്റ് വേർഷൻ ഓഫ് മീ, പെർഫെക്റ്റ് വേർഷൻ എന്ന് പറയുന്നില്ല, ഒരു ഗുഡ് വേർഷൻ ഓഫ് മീ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, നോട്ട് ഓൺലി ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ ആഗ്രഹങ്ങളും എല്ലാം എനിക്ക് കംപ്ലീറ്റ് ആവണം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് മനസ്സിലായത്. അപ്പം നാളെ മുതൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. അപ്പം ബിഫോർ ദാറ്റ് എനിക്ക് ഇപ്പൊ നമുക്ക് പിന്നീട് ഒക്കെ നോക്കുമ്പോൾ അറിയാം നമ്മൾ ഒരു ദിവസം എങ്ങനെയായിരുന്നു പൊക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നോർമലി ഒരാളുടെ ഒരു ഡേ എങ്ങനെ പോകുന്നു, എൻ്റെ ഡേ എങ്ങനെ പോകുന്നു, അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ ടിപ്പോ ട്രിക്സോ വേറെ ഒന്നും ചിലപ്പോൾ കിട്ടാനില്ലായിരിക്കും. പക്ഷെ ജസ്റ്റ് വാണ്ട് ടു നോ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഡേ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് കുറച്ച് പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വരുന്ന വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങനെ ആയിരിക്കും അടുത്ത ദിവസം, അതായത് ഇനി അടുത്ത നെക്സ്റ്റ് 2026 വരെ ആയിരിക്കും എൻ്റെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. 2026 വരെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ 2026 വരെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും ഫുൾഫിൽ ആവാറില്ല, പകുതി വഴിക്കിട്ടിട്ട് പോകും. പിന്നീട് ആ ജേർണിയിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അച്ചീവ് ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. പക്ഷെ ഇനി അങ്ങനെ വരരുത്. ഞാനിപ്പോ തന്നെ ഭയങ്കര ലേറ്റായി. ഐ മീൻ ഏർലി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് 20s, നെക്സ്റ്റ് ഇയർ 30. ഇനിയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു വേർഷൻ ഓഫ് മീ ആയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. സോ ലെറ്റ്സ് ഡു ദിസ്.